എല്ലാവരും സന്തോഷത്തോടും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ നേരുന്നു. അപ്പം നമ്മുടെ ജിയക്കുട്ടിയുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ജിയക്കുട്ടി ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഇട്ടിരുന്ന ഡ്രസ്സ്. കുറേയേറെ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള റെഡോ വൈറ്റോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കളർ ഡ്രസ് കോഡ് യൂസ് ചെയ്യാനാണ് സ്കൂളിൽ നിന്ന് നിർദ്ദേശിച്ചിരുന്നത്. കുട്ടിയുടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പീച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ ബോക്സിൽ നിന്നും ഓരോ ലോട്ട് എടുക്കുക. അതിൽ പറയുന്ന നമ്പറിലുള്ള ഗിഫ്റ്റാണ് അവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെയായിരുന്നു സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ. അത് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടി, കേക്കൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജിയ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കേട്ടോ. എങ്കിൽ പിന്നെ ഇനി ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവും കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ക്യാരറ്റും പൊട്ടറ്റോയും 2 പച്ചമുളകും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് കുക്കറിലിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി വഴറ്റാൻ വേണ്ടി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച്, ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇങ്ങനെയുള്ള കറികളൊക്കെ നാടൻ കറികളല്ലേ, അതിന് വേണ്ടി യൂസ് ചെയ്യാൻ കോക്കനട്ട് ഓയിലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ വളരെ കുറച്ച് അളവിലുള്ളതേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാഷ്നട്ടും ഡ്രൈ സിൽസും എടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഈ സവാള ഇട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് ഒരു അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പേസ്റ്റല്ല, ജസ്റ്റ് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോയും നമ്മുടെ ചിക്കനും ക്യാരറ്റും പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിന് വേവിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് പൊട്ടറ്റോ ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ട് അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. കാരണം കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഒരു അല്പം ഗരം മസാലയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 1ാം പാലും കൂടെ ചേർത്ത് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു. ഒരു മൂടി വെച്ചൊന്ന് ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് ഞാനത് മാറ്റി. എന്നിട്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂവും പാലപ്പവും അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മസും കാഷ്നട്ടും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം നമ്മുടെ ഇവിടെ മാക്സ് ഉണ്ട്. അപ്പോൾ മാക്സിൽ പോയി ജിയാക്കുട്ടിക്ക് 2-3 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, ക്രിസ്മസിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ നടന്നു പോവാണ്. നമുക്കൊരു നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ദൂരങ്ങളിലൊക്കെ പരമാവധി നടന്നു പോകാൻ തന്നെയാണ് ശ്രമിക്കാറ്. നമ്മൾ വണ്ടി എടുത്ത് ട്രാഫിക്കിൽ ഇടപെടുന്നതിനേക്കാളും നല്ലത് നമുക്ക് നടന്നു പോകുന്നത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ മാക്സിലേക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് ജിയാക്കുട്ടിക്ക് പറ്റിയ വീട്ടിലിടാൻ പറ്റുന്ന, പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. എല്ലാം ഒരു 99 റുപ്പീസ് അങ്ങനെ. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഫെസ്റ്റിവൽ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫറിലാണ് നമ്മൾ പോയി മേടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ. ഇഷ്ടംപോലെ ഫ്രോക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള. ജിയക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ചോദിക്കും, മമ്മി ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ അവൾ പ്രൈസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ലെഗിൻസൊക്കെ ആണെങ്കിലും 99 റുപ്പീസിന് തന്നെ ജിയക്കുട്ടിയുടെ ഏജിലുള്ള ഡ്രസ്സൊക്കെ കിട്ടുകയും ചെയ്യും. ലെഗിൻസൊക്കെ കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ കണ്ടുപോകുന്നത് ഈ ബാഗുകളിലേക്കൊക്കെ അല്ലേ. അപ്പോൾ ഈ ബാഗൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു കേട്ടോ. ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് കാണുന്നതിന് വലിയ മുടക്കൊന്നും ഇല്ലല്ലോ, അങ്ങനെ സന്തോഷമായിട്ട് കാണുക, അത്ര തന്നെ. അതുപോലെ തന്നെ ടോയ്സൊക്കെ ഇഷ്ടംപോലെ സോഫ്റ്റ് ടോയ്സ് നമുക്ക് വീട്ടിലുണ്ട്. അപ്പം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും, നമ്മൾ പോയി നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ.
അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർട്ടിനുള്ള ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്, ഇതെങ്ങനെയുണ്ട് നോക്കി. ആൾക്ക് കുറേ നാളായി ഇങ്ങനെ പ്രിൻറ്റഡ് ഷർട്ടൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു. നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ ഇൻട്രസ്റ്റൊക്കെ കാണിച്ചപ്പോൾ പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോരുവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ചോയ്സ് പാരഡൈസ് കേരളത്തിലെ ഏറ്റവും എന്താ പറയുന്നത് ഹയസ്റ്റ് ബിൽഡിംഗ് എന്ന് തന്നെ പറയാമല്ലോ. അതിനുശേഷം ഞങ്ങൾ മിൽമയിൽ വന്നു. മിൽമയിൽ നിന്ന് 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞാനും ജിയാക്കുട്ടിയും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു, ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. സന്തോഷമുള്ളവരായിരിക്കുക, ആരോഗ്യമുള്ളവരായിരിക്കുക. ഓക്കെ, ബൈ.